Today we will discuss some problems. Before that, we will discuss one remark. The eigenvalues of a triangular matrix are its diagonal elements. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു eigenvalues of a diagonal matrix are its diagonal elements. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും. ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അത് അപ്പർ ട്രയാങ്കുലർ ആവാം, ലോവർ ട്രയാങ്കുലർ ആവാം. അപ്പോൾ ഏത് ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും ഡയഗണൽ മെട്രിക്സിൻ്റെയും ഒക്കെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എഴുതിയാൽ മതി. അപ്പോൾ ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്: ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സ് A equal to 5 minus 2 minus 2 2. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പം ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ ചെയ്യാം. ദ ക്യാരക്ടറിസ്റ്റിക് equation is determinant of a minus lambda I equal to 0. That is a minus lambda I നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, കാരണം ഡയഗണൽ എലമെന്റിൽ മാത്രം വരുള്ളൂ അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ 5 മൈനസ് ലാംഡ മൈനസ് 2 മൈനസ് 2, ഇവിടെ 2 മൈനസ് ലാംഡ. ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഡിറ്റർമിനന്റ് ആണ് എന്ത് വരും? 5 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് 2 ഇൻറ്റു -2 4 വരും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10 മൈനസ് 2 ലാംഡ മൈനസ് 5 ലാംഡ എത്ര കിട്ടും? മൈനസ് 7 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ലാംഡ സ്ക്വയർ ആദ്യം എടുക്കാം. ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 10 മൈനസ് 4 എത്രയാ? 6 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചൂടെ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ -7 കിട്ടണം. അപ്പൊ അതിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 6, -1 ഇൻറ്റു -6 പ്ലസ് 6, -1 പ്ലസ് -6 -7. അപ്പൊ ഈ കാര്യം ശരിയാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? -b പ്ലസ് ഓർ മൈനസ് ബി അല്ല, അത് വെച്ചിട്ട് കാണാം. അത് വെച്ച് കാണുമ്പോൾ എന്ത് വരും? -b എന്ന് പറയുമ്പോൾ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 സ്ക്വയർ മൈനസ് 4 ac. a എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 2a. അപ്പൊ ഇത് കണ്ടുപിടിക്കുക. ഇവിടെ എന്ത് വരും? 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 മൈനസ് 6 ഇൻറ്റു 4 24 അല്ലേ, ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 7 പ്ലസ് ഓർ മൈനസ് 49 മൈനസ് 24 25 അല്ലേ, 25ന്റെ റൂട്ട് 5. അപ്പൊ നമുക്ക് എന്തൊക്കെയാ റൂട്ട് കിട്ടുക? 7 പ്ലസ് 5/2. 7 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 12/2, 6ഉം കിട്ടും. ഇനി 7 മൈനസ് 5/2 എന്ന് പറയുമ്പോൾ 2/2, 1 കിട്ടും. അത് തന്നെയല്ലേ ഇവിടെ നമുക്ക് റൂട്ട് കിട്ടിയെന്ന് നോക്കി. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പൊ ഇവിടെ 6ഉം 1ഉം റൂട്ട് കിട്ടി. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് എന്ത് കിട്ടും? which implies lambda equal to 1, 6. അപ്പോൾ lambda equal to 1 and
6 are the eigen values. Eigen values നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ലാംഡ ഈക്വൽ ടു 1ഉം ലാംഡ ഈക്വൽ ടു 6ഉം ആണ് ഐഗൺ വാല്യൂസ്. അപ്പൊ ആ ഓരോ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറുകളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ദ ഐഗൺ വാല്യൂ corresponding to lambda equal to 1 is given by എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്നത്? a മൈനസ് ലാംഡ ഐ. ലാംഡ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പൊ a മൈനസ് 1 ഐ എന്ന് പറയുമ്പോൾ ഐ തന്നെ വരും അല്ലെ? 1 ഇൻറ്റു ഐ. a മൈനസ് ഐ ഇൻറ്റു കെ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന കെക്ക് നമ്മൾ k1 കൊടുക്കുക ഈക്വൽ ടു 0. എന്നിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ a മൈനസ് ലാംഡ ഐ ഇൻറ്റു കെക്ക് k ഈക്വൽ ടു 0യിൽ ലാംഡയ്ക്ക് വാല്യൂ 1 കൊടുത്തു. പിന്നെ ഈ ഐഗൺ വെക്ടറിനെ നമ്മൾ k1 ആക്കി എടുത്തു. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി a എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. ദാറ്റ് ഈസ് a എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞ മെട്രിക്സ് 5 മൈനസ് 2 മൈനസ് 2 2 ആണ്. മൈനസ് 1 0 0 1 അതാണല്ലോ ഐ. ഇൻറ്റു k1 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താ? 5 മൈനസ് 1 4 മൈനസ് 2 മൈനസ് 2 2 മൈനസ് 1 1 k1 ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇവിടെ കിട്ടിയത്. നമുക്ക് ഈ k1നെ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ആയിട്ട് എഴുതാം. -2 1 k1 നമ്മൾ k1 k2 ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. k1 k2 അങ്ങനെ വെക്ടർ ആയിട്ട് എഴുതി. പിന്നെ നമ്മൾ ഈ k1ഉം k2 കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയി കിട്ടി. അപ്പൊ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. മെട്രിക്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മള് 4 മൈനസ് 2 മൈനസ് 2 1 പറഞ്ഞ മെട്രിക്സ് എടുക്കുക. റെഡ്യൂസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാ? നമ്മളിവിടെ ഫസ്റ്റ് എലമെന്റ് എന്താക്കണം? ഇവിടെ 4 ആണുള്ളത്. അതിനെ 1 ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയേ, ഇതേ മെട്രിക്സ് ഇപ്പൊ ഈ റോയിനെ നമ്മൾ ഒരു -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ താഴത്തെ റോ കിട്ടുമല്ലോ അല്ലെ? ഒന്നിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്നാ അതങ്ങ് ഒഴിവാക്കിയെടുക്കാം. അല്ലെങ്കിൽ അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നോക്കാം. R1 എന്ന് പറയുന്നത് 1/2 R1 എടുക്കാം. അപ്പൊ എന്ത് കിട്ടും നോക്കി? 1/2 R1 എടുക്കുമ്പോ ഇവിടെ 4/2 എന്ന് പറയുമ്പോ 2 വരും. -2/2 എന്ന് പറയുമ്പോൾ -1 വരും. ഇവിടെ -2 1. ഇനി ഇതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ നോക്കാം. ഇനി അടുത്തത് R2 എന്ന് പറയുന്നത് R2 പ്ലസ് R1 ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 0 ആയി പോലെ. 2 -1 0 0. നിങ്ങൾക്ക് 1 ആക്കണമെങ്കിൽ 1 ആക്കിയിട്ട് ചെയ്യാം. ഇതിപ്പോ ഞാൻ എന്തായാലും ചെറിയ മെട്രിക്സ് ആണ്, ഒന്ന് ഇതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇത്രയും മതി നമുക്ക് മെട്രിക്സ് റെഡ്യൂസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്നതാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് k1ഉം k2ഉം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്ക് 2 സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടും. ഇവിടെ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇതായിരിക്കും. എങ്ങനെയായിരിക്കും? മൾട്ടിപ്ലൈ 4 k1 minus 2k2 equal to 0 minus 2k1 plus k2 equal to 0.
2 ഇക്വേഷൻ കിട്ടിയല്ലോ. അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് ഏതാണ്? 2 - 1 0 0. അപ്പം അതെടുത്തിട്ട് ഒന്നും കൂടെ സിസ്റ്റത്തെ നമ്മൾ മാറ്റി എഴുതാണ്. അപ്പം നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇക്വാലൻ ടു 2 - 1 0 0. റാങ്ക് ഓഫ് മെട്രിക്സ് എന്താ? റാങ്ക് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ സിസ്റ്റം ഇങ്ങനെയാക്കി എഴുതി. ഇപ്പൊ ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് ഹിയർ റാങ്ക് ഈക്വൽ ടു 1. n എന്ന് പറയുന്നത് എത്രയാ? n എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അപ്പൊ റാങ്ക് ലെസ് ദാൻ n ആണ്. അപ്പൊ നമ്മൾ n മൈനസ് r എന്ന് പറഞ്ഞാൽ 2 - 1. ഒരു അൺനോണിന് നമ്മൾ ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യും. ഒരു അൺനോണിന് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കി ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2k1 - k2 = 0. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ ഒരു ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യണം. ഒരു കോൺസ്റ്റന്റിന് ഒരു k1 k2 ഏതെങ്കിലും ഒരെണ്ണത്തിന് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ചൂസ് k1 = ഇനി ഏതെങ്കിലും നമ്പർ ചൂസ് ചെയ്താൽ മതി. നമുക്കിവിടെ ഏതെങ്കിലും നമ്പർ ചൂസ് ചെയ്തിട്ട് കിട്ടിയാൽ മതി. k1 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് a എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുന്നതിന് പകരം ഒരു 1 ആയിട്ട് ചൂസ് ചെയ്യാം. k1 1 ആണെങ്കിൽ k2 എന്ത് വരും നോക്കാം. k1 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 2 - k2 = 0, which implies k2 = 2 എന്ന് കിട്ടും അല്ലെ? k1 1 ആണെങ്കിൽ k2 2. അപ്പൊ നമുക്ക് ഒരു വെക്ടർ കിട്ടി. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു a എന്ന് പറഞ്ഞെടുക്കാം. a എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2a - k2. അപ്പൊ അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇപ്പൊ നമുക്ക് ഐഗൺ വെക്ടർ കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടങ്ങ് ചെയ്താൽ മതി. അപ്പൊ k1 എന്ന് പറഞ്ഞത് 1 ചൂസ് ചെയ്തുകൊണ്ട് k2 എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു lambda = 1 is given by k1 = 1 2 അല്ലേ? k1 k2 അല്ലേ? അപ്പോൾ 1 2 എന്ന് പറഞ്ഞ വെക്ടറാണ്. ഇതാണ് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു lambda = 1. ഇതേപോലെ നമ്മൾ lambda = 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറും കണ്ടുപിടിക്കാം. അപ്പോൾ lambda = 6 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? a - 6 lambda നമ്മൾ ഐഗൺ വെക്ടറിനെ k2 ആയിട്ട് എടുത്തു. k2 = 0 എടുത്തു. ഇവിടുത്തെ ഐഗൺ വെക്ടർ k2 ആയിട്ട് എടുത്തു. അപ്പോൾ ഇനി ഇത് കണ്ടുപിടിക്കാം. a എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? a എന്ന് പറഞ്ഞ മെട്രിക്സ് 5 - 2 -2 2 -6 0 6 into k2 = 0. That is, പിന്നെ എങ്ങനെ എഴുതാം? 5 - 6 -1 -2 -2 2 - 6 -4. k2 നമ്മൾ ഏതെങ്കിലും 2 കോൺസ്റ്റന്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. k2 പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ k1 k2 എന്ന് എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. രണ്ടും വേറെയാണെന്ന് കണ്ടാൽ മതി. k1 k2 = 0 എന്ന് എഴുതി. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 0 ആണ് കേട്ടോ. നേരത്തെ ചെയ്തപ്പോഴും ശ്രദ്ധിക്കണം. 0 എന്ന് പറഞ്ഞ വെക്ടറാണ്. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യുക. ആദ്യം ഈ മെട്രിക്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കാം. നൗ -1 -2 -2 -4. ഇതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ r1 എന്ന് പറയുന്നത് -r1 ആക്കാം. -r1 ആക്കുമ്പോൾ ഇവിടെ ഒരു 1 2 -2 -4.
ഇനി ഈ 1ന്റെ താഴെ 0 ആക്കാൻ നോക്കാം. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ R2 എന്ന് പറയുന്നത് R2 + 2R1 1 2. അപ്പോൾ R2 എന്തായി മാറും? -2 + 2 0 -4 + 4 0. അപ്പോൾ ഇവിടെ നമുക്ക് റാങ്ക് 1 ആണ് കിട്ടുന്നത്. റാങ്ക് 1 കിട്ടിയതുകൊണ്ട് നേരത്തെ പോലെ 1 എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എന്താ? 2-നേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് n - r എന്ന് പറയുന്നത് 2 - 1 1 അൺനോണിന് ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കാം. അപ്പോൾ ഒരു അൺനോണിന് ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കണം. നമുക്ക് കിട്ടിയ മെട്രിക്സ് വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കിട്ടിയ മെട്രിക്സ് ഇതാണ് 1 2 0 0. ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് 1 2 0 0 ഇൻറ്റു K1 K2 = 0 0. ഇനി ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ K1 + 2K2 = 0 എന്ന് കിട്ടും. ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു n - r അൺനോണിന് ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കണം, ഒരു അൺനോണിന് ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ K2 എന്ന് പറയുന്നത് 1 ആയിട്ട് ചൂസ് ചെയ്യാം. ചൂസ് K2 = 1. അങ്ങനെയാണെങ്കിൽ K1 എന്താവും? K1 + 2 = 0 കിട്ടും. K1 = -2 കിട്ടും അല്ലേ? K2 1ഉം K1 എന്ന് പറയുന്നത് -2. അപ്പോൾ നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? Therefore, the eigenvector corresponding to lambda = 6 is given by K2 = K1 എന്ന് പറയുന്നത് -2, K2 എന്ന് പറയുന്നത് 1. ഈ ഐഗൺ വെക്ടറിന് നമുക്ക് ഇതിന് ക്യാപിറ്റലും സ്മോളും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഇത് V1 V2 എന്ന് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ K1 K2 തന്നെ എടുത്തിട്ട് അവിടെ V1 V2 എന്ന് വേണമെങ്കിൽ കൊടുക്കുക. അത് ക്യാപിറ്റലും ഇത് സ്മോളും ആണ്, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഐഗൺ വെക്ടേഴ്സ് കിട്ടി അല്ലേ? അപ്പോൾ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ = 6 എന്ന് പറയുന്നതാണ്. ലാംഡ = 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ 1 2 അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ K1 K2 എന്ന് പറഞ്ഞ 2 ഐഗൺ വെക്ടറുകൾ എഴുതിയിരുന്നു അല്ലേ? 1 2. ഇതാണ് K1 കിട്ടിയത്. K2 എന്ന് കിട്ടിയത് -2 1 ആണ് അല്ലേ? അപ്പോൾ ഐഗൺ വെക്ടർ എന്ന് നമ്മൾ ഒരു ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്തുകൊണ്ട്, ആർബിട്രറി വാല്യൂ 1 ചൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ K1 എന്ന് പറഞ്ഞ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് ഈ വെക്ടറിന്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ K2 എന്ന് പറയുന്നത് ഈ വെക്ടറിന്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മളിവിടെ ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ 1 ആയിട്ട് ചൂസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വെക്ടർ കിട്ടിയത്. ഇനിയിപ്പോൾ 1ന് പകരം 2ഓ അങ്ങനെ ഏത് വേണമെങ്കിൽ എടുത്താം. പക്ഷെ ഇതും ഐഗൺ വെക്ടർ തന്നെയാണ്. പക്ഷെ ഇതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം. Therefore, the eigenvector corresponding to lambda = 1 is a scalar multiple of K1 = 1 2, and eigenvector corresponding to lambda = 6 is the scalar multiple of K2 = -2 1 എന്ന് പറയുന്നത്.